നമ്മളിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞത്ത് തന്നെയാണ്. വിഴിഞ്ഞത്തെ ഉപതെരഞ്ഞെടുപ്പോട് ബന്ധപ്പെട്ട് UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേരെന്താണ്? എൻ്റെ പേര് KH സുധീർ ഖാൻ എന്നാണ്. KH സുധീർ ഖാൻ. അതെ. ഓക്കെ. ആദ്യമായിട്ട് മത്സരരംഗത്ത്? അല്ല, രണ്ടാമതാണ്. 2010-15 കാലത്ത് ഹാർബർ വാർഡിൽ പ്രതിനിധീകരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്നു. അതെ. യൂത്ത് കോൺഗ്രസ് 2008 യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. നിലവിൽ INTUC-യുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമാണ്. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെയും അനൗൺസ് ചെയ്ത വിഷയമാണ്. ലോക ഭൂപടത്തിൽ ഇടം നേടിയ സ്ഥലമാണ് വിഴിഞ്ഞം. പക്ഷേ ഇന്ന് ലോക മലയാളികൾ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വിഴിഞ്ഞം തിരുവനന്തപുരം നഗരസഭ. അപ്പൊ ഏത് മുന്നണിയിൽ വിജയിച്ചു വന്നാൽ ഭരണം ഒരു പ്രശ്നമാണ്. അതവിടെ നിൽക്കണം. താങ്കൾ വിജയിച്ചു വന്നു 5 വർഷക്കാലം ഈ വാർഡിന് വേണ്ടി താങ്കൾ ചെയ്യാൻ പോകുന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെ? ഞാൻ തീർച്ചയായിട്ടും ഇതിനകത്ത് ഞാൻ പറയില്ലേ, ഒരു കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ഭരണത്തിന്റെ കേരളത്തിൽ എന്ന പോലെ കെടുതികൾ പൂർണ്ണമായിട്ടും അനുഭവിച്ച ഒരു വാർഡാണ് വിഴിഞ്ഞം വാർഡ്. പ്രധാനമായിട്ടും അടിസ്ഥാന സൗകര്യ വികസനം തന്നെ. നമുക്ക് ഈ വാർഡിലേക്ക് ഇറങ്ങിയാൽ സാധിക്കും. നല്ല റോഡുകളില്ല, വഴിവിളക്കുകളില്ല, മാലിന്യ സംസ്കരണത്തിന് സംവിധാനമില്ല. അങ്ങനെ പരിപൂർണമായും വികസന ഒരു മുരടിപ്പ് സംഭവിച്ച ഒരു വാർഡാണ് ഈ വാർഡ്. വരുന്ന 5 വർഷക്കാലം ഇപ്പോൾ പുതിയ കാര്യങ്ങൾ മാറി, തലമുറ മാറി, പുതിയ പുതിയ ടെക്നോളജികളായി അല്ലേ? അപ്പൊ ഇനി വരുന്ന ഈ 5 വർഷക്കാലം താങ്കളുടെ ഭാഗത്ത് നിന്ന് വരുന്ന പുതിയ സംവിധാനങ്ങൾ എന്തായാലും ഞാനാണ് പറയുന്നത്. ആരും ചിന്തിക്കാൻ സാധിക്കാത്ത രാജീവ് ആവാസ് യോജന പോലുള്ള പ്രോജക്റ്റുകൾ ഹാർബർ വാർഡ് കേരളത്തിൽ തന്നെ ഒരേ ഒരു പ്രോജക്റ്റ് രാജീവ് ആവാസ് യോജന പ്രകാരം 1038 വീടുകൾ പാവപ്പെട്ട ആളുകൾക്ക് വീടുകൾ വെച്ചു കൊടുത്ത ഒരു പ്രദേശമാണ് ഹാർബർ വാർഡ്. അതുപോലെ തന്നെ ഇവിടെ നിരവധിയായ നിർദ്ധരായ പാവപ്പെട്ട ആളുകൾ, ഭവനമില്ലാത്ത, അത്യാവശ്യം വഴിവിളക്കുകളില്ലാത്ത, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമുക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. ഒട്ടനവധി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങൾ നമ്മൾ ഹാർബർ വാർഡിൽ ഇരുന്നപ്പോൾ പുതിയ തൊഴിൽ പരിശീലന സംവിധാനങ്ങൾ നമ്മൾ സ്ത്രീകളെ അടക്കം ഉദ്ധരിക്കുന്നതിന് വേണ്ടി പുതിയ സംവിധാനങ്ങൾ കിഡ്സ് കേരള ടൂറിസം ഡെവലപ്മെന്റിന്റെ സഹായത്തോടു കൂടി ഹാർബർ വാർഡിൽ നിരവധി നമുക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സ്ത്രീകൾക്ക് പരിശീലനം നൽകാൻ സാധിച്ചു. അതുപോലെ ഉള്ള പിന്നോക്കക്കാരായ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് പരിശീലനം നൽകി അവരെ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യം ഇവിടെയുണ്ട്. പാവപ്പെട്ട ആളുകൾക്ക്, നിരവധി ആളുകൾ, വളരെ നിർദ്ധരായ ആളുകൾ, നല്ല ഭവനമില്ലാതെ വളരെ ബുദ്ധിമുട്ടുകയാണ്. അവർക്ക് നല്ല വീടുകൾ വെച്ച് കൊടുക്കുക എന്നുള്ള ഒരു വലിയ ഒരു സ്വപ്നമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ അടിസ്ഥാന സൗകര്യം പ്രധാനമായും വരികയാണല്ലോ. നമുക്ക് വഴികൾ ഉറപ്പായിട്ടും നമുക്ക് ഏതോ പഴയ ഒരു 10-50 വർഷം മുമ്പുള്ള ഗ്രാമാന്തരീക്ഷ നഗരസഭയോട് കൂട്ടിച്ചേർത്ത് 15 വർഷമായി ഈ വിഴിഞ്ഞം വാർഡെന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത 40 വർഷമോ 50 വർഷമോ മുമ്പുള്ള ഗ്രാമങ്ങൾക്ക് അത്ര കിടപിടിക്കത്തക്ക രീതിയിലുള്ള റോഡുകൾ മുഴുവനും പല പ്രദേശങ്ങളിലും പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമില്ലാത്തൊരവസ്ഥയിലാണ്. അതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള നൂതനമായ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്തായാലും UDF സ്ഥാനാർത്ഥിയുടെ ഒരുപാട് വാഗ്ദാനങ്ങൾ, ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മൾ കേട്ടു. എന്തായാലും അദ്ദേഹത്തിന് വിജയാശംസകൾ. താങ്ക് യു വെരി മച്ച്.